ഭരണി നക്ഷത്രക്കാരായ ആളുകൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരായിരിക്കുമെന്ന് വരുന്നതല്ല. എന്നാൽ ഇവർ ശുദ്ധഹൃദയരും ആർക്കും ദോഷം ചെയ്യരുതെന്ന് മനഃപൂർവമായ ആഗ്രഹമുള്ളവരുമാകുന്നു. അഭിപ്രായ പ്രകടനത്തിൽ ഇവർ മറ്റുള്ളവരുടെ ഹിതാഹിതങ്ങളെ പരിഗണിക്കാറില്ല. മറ്റൊരാളെ പ്രീണിപ്പിച്ച് കാര്യം കാണാൻ ഇവർക്ക് വളരെ പ്രയാസമാണ്. ഏതെല്ലാം കഷ്ടനഷ്ടങ്ങൾ വന്നാലും മനസാക്ഷിക്ക് വിപരീതമായി പെരുമാറാൻ ഇവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് പല പരാജയങ്ങളും ഇവർക്ക് നേരിടാറുണ്ട്. സഹിക്കാനും അടക്കാനുമുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും. എത്ര ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോട് പോലും നിസ്സാര കാരണങ്ങളാൽ ഇവർ ക്ഷോഭിക്കുന്നത് കാണാം. എന്നാൽ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയോ എതിരാളിയിൽ നിന്ന് ക്ഷമിക്കത്തക്ക പ്രകടനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ സകല വൈരാഗ്യവും നിശേഷം മറന്ന് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഇവർ സഹകരിക്കും. നയപൂർവമായി പെരുമാറാനും വിനയശീലമെന്ന അഭിപ്രായം സമ്പാദിക്കാനും ഇവർക്ക് വളരെ പ്രയാസമാണ്. അതിരു കവിഞ്ഞ അഭിമാനബോധവും അത് സംരക്ഷിക്കാനുള്ള വിഷമതകളും ഇവരെ എപ്പോഴും അനുഗമിക്കും. വാസ്തവത്തിൽ അഭിമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവർക്ക് മിക്കപ്പോഴും ക്ലേശമുണ്ടാക്കുന്നത്. ആരുടെയെങ്കിലും മുൻപിൽ തലകുനിക്കേണ്ടി വരികയെന്നുള്ളത് മരണതുല്യമായി ഇവർ കരുതുന്നു. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്ത് സാഹസ പ്രവർത്തികൾക്കും ഇവർ സന്നദ്ധരായേക്കും. മറ്റുള്ളവരുടെ ഉപദേശമോ ഉത്ബോധനമോ ഏതും ഇവർ കാര്യമായി സ്വീകരിക്കുമെങ്കിലും സ്വന്തം ഉദ്ദേശവും നിശ്ചയവും പോലെ അല്ലാതെ യാതൊന്നും പ്രവർത്തിക്കുന്നതല്ല. ഈ നാളുകാർ പ്രായേണ എല്ലാ വിഷയങ്ങളിലും പരിജ്ഞാനമുള്ളവരായിരിക്കും. ഏത് കാര്യവും ഗ്രഹിക്കാനും ചുഴിഞ്ഞു നോക്കാനുമുള്ള കഴിവും സാമർഥ്യവും ഇവർക്കുണ്ട്. പൊതുകാര്യങ്ങളിൽ ഇവർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയുമെങ്കിലും വലിയ എതിരുകളും നഷ്ടങ്ങളുമാണ് മിക്കപ്പോഴും മിച്ചം കിട്ടുന്നത്. ആരെയും വകവയ്ക്കാത്ത ഒരു സ്വതന്ത്ര ബുദ്ധി ഇവരുടെ എല്ലാ പെരുമാറ്റത്തിലും കാണുവാൻ കഴിയും. ആജ്ഞാശക്തിയും അധികാര പ്രഭാവവും പ്രകടിപ്പിക്കേണ്ടുന്ന അവസരങ്ങളിൽ ഇവരത് വേണ്ട വിധം പ്രയോഗിക്കും. മത്സരങ്ങളും പ്രതിബന്ധങ്ങളും കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് യാതൊരു കാര്യത്തിലും പുരോഗമിക്കാൻ സാധിക്കുന്നില്ല. പരിവർത്തനങ്ങളെയും പരാജയങ്ങളെയും പലപ്പോഴും ഇവർ നേരിടേണ്ടി വരും. എങ്കിലും അതുകൊണ്ടൊന്നും ക്ഷീണിക്കുകയോ പിന്തിരിയുകയോ ചെയ്യാത്ത ഒരു മനഃശക്തി ഇവരിൽ നൈസർഗികമായി കുടികൊള്ളുന്നു. അതുമാത്രമാണ് ഇവരുടെ ജീവിത പുരോഗതിയുടെ നട്ടെല്ലും. അല്പം തണ്ടന്മാരെന്നോ അഹങ്കാരികളെന്നോ ഇവരെപ്പറ്റി മറ്റുള്ളവർ കരുതിയേക്കാമെങ്കിലും വാസ്തവമല്ല. ഇവർ ശുദ്ധഹൃദയരാണ്. നിർബന്ധ ബുദ്ധി അല്പം കൂടുമെന്നേയുള്ളൂ. ഇവരുടെ ജീവിതം മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമാകയാൽ നല്ലതെന്നോ ചീത്തയെന്നോ ഒരു പ്രത്യേക കാലം ഇവരെ സംബന്ധിച്ച് പറയുവാൻ നിർവാഹമില്ല. എങ്കിലും 33 വയസ്സിനുമേൽ സ്വതന്ത്രവും ശ്രേയസ്കരവുമായ ഒരു പരിവർത്തനം ഇവർക്ക് സംഭവിക്കാവുന്നതാണ്. ഭരണി നാളുകാർ എല്ലാ രംഗങ്ങളിലും ആവശ്യമില്ലാത്ത മത്സരങ്ങൾക്കോ വടംപിടുത്തത്തിനോ പോകാതെ സ്വന്തം കാര്യം നോക്കി പ്രവർത്തിക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്വന്തം നിലയ്ക്ക് ദോഷമൊന്നും നേരിടുന്ന കാര്യമല്ലെങ്കിലും ചില ആദർശങ്ങളുടെ പേരിൽ അനീതിയെ എതിർക്കുവാൻ എന്ന നിലയ്ക്ക് പല മത്സരങ്ങളിലും ഇവർ ഇടപെട്ടു പോകും. അതുനിമിത്തം പലപ്പോഴും കഷ്ടനഷ്ടങ്ങൾ നേരിടുമെന്നിരുന്നാലും അതിൽ ഇവർക്ക് സംതൃപ്തിയല്ലാതെ സന്താപം അനുഭവപ്പെടുന്നില്ല. ഇവരുടെ അനുഭവം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അത് ദീർഘകാലം ഗുണമായോ ദോഷമായോ ഇരിക്കുന്നില്ല. പരിവർത്തനങ്ങൾ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൈതൃകമായ ഗുണങ്ങളും ഇവർക്ക് താരതമ്യേന കുറവായേ വരികയുള്ളൂ. അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടും. എന്നാൽ സഹോദരങ്ങൾ ഇവരുടെ നിയന്ത്രണം വിട്ടെന്ന് വരുന്നതല്ല. ഭരണി നക്ഷത്രക്കാർ സാമാന്യേന മധ്യമമായ ശരീരപ്രകൃതക്കാരായിരിക്കും. ഏറിയ കൂറും പൊക്കം അല്പം കുറഞ്ഞവരായിട്ടാണ് കണ്ടുവരുന്നത്. അല്പമായ തലമുടി, പ്രസന്നമായ മുഖഭാവം, വിശാലമായ നെറ്റി, ചൈതന്യമുള്ള കണ്ണുകൾ, ഭംഗിയുള്ള പല്ലുകൾ ഇവയധികവും ഇവരുടെ ലക്ഷണങ്ങളിൽ പെട്ടിരിക്കും. ആരോഗ്യ വിഷയത്തിലും ഇവർ ഭാഗ്യവാന്മാർ തന്നെ. എന്നാൽ ഇവർക്ക് ആ കാര്യത്തിൽ തീരെ ശ്രദ്ധയുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും സ്ഥായിയായ രോഗങ്ങളോ കാര്യമായ ശരീരപീഠകളോ ഒന്നും സാധാരണയായി ഇവരെ ബാധിക്കാറില്ല. ദന്തരോഗം, ശിരോരോഗം, അർശോരോഗം എന്നിവ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകാൻ പാടില്ലായകയില്ല. പക്ഷേ എന്തെല്ലാമായിരുന്നാലും രോഗത്തിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രകൃതമല്ല ഇവർക്കുള്ളത്. ദിനചര്യാ വിഷയത്തിലും ഇവർക്ക് പ്രത്യേക നിർബന്ധങ്ങളൊന്നുമില്ല. സാധാരണ ഇവർ ലഘുഭക്ഷണപ്രിയരും ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക എന്ന ആദർശക്കാരുമാകുന്നു. ഏതൊരു കാര്യത്തിൻ്റെയും ശ്രവണമാത്രയിൽ അതിൻ്റെ മറുവശത്തെക്കുറിച്ചായിരിക്കും ഈ നക്ഷത്രക്കാർ ചിന്തിക്കുക. മറ്റു പലരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത പോയിന്റുകളും തെറ്റുകളും ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു.
ഈ ഒരു പ്രത്യേക സാമർഥ്യം ഇവരെ നല്ല നിരൂപകന്മാരും ഉപദേഷ്ടാക്കന്മാരുമാക്കി തീർക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും നേരിടുന്ന അനുഭവം ഈ വിധത്തിലുള്ളതല്ല. ആ രംഗങ്ങളിൽ ഇവരെ നിയന്ത്രിക്കുന്നത് മിക്കപ്പോഴും വാശിയോ ആദർശനിഷ്ഠയോ അഭിമാനബോധമോ നിർബന്ധശീലമോ ആയിരിക്കും. ജീവിതാവസാനം വരെ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ ലക്ഷ്യം. കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്നവരാണിവർ. ഉദ്യോഗത്തിലും വ്യവസായത്തിലുമെല്ലാം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. കൃഷിയിലോ കൈത്തൊഴിലുകളിലോ എന്ന് വേണ്ട എല്ലാത്തരം തൊഴിലുകളിലും ഇവർ കൃത്യബോധത്തോടും ഉത്തരവാദിത്തം കൈവിടാതെയും പ്രവർത്തിക്കുന്നു. എല്ലാവരുടെയും കാര്യം ഇവർ നോക്കുമെങ്കിലും ഇവരുടെ കാര്യാന്വേഷണത്തിൽ മറ്റാരെങ്കിലും ഇവർക്ക് ആവശ്യമാണ്. ഭവസമ്പത്തുകൾ സമൃദ്ധമാണെന്നിരുന്നാൽ തന്നെയും അതിനുള്ളിൽ തന്നെ അസ്വൈര്യതകളും അസുഖാനുഭവങ്ങളും കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവരുടെ ജീവിതത്തിൽ മിക്കവാറും അലട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളത്രേ ഇവയെല്ലാം. സഹായികളും ഉപകാരികളുമെല്ലാം ഇവർക്ക് ഒടുവിൽ ശത്രുക്കളായി തീരുകയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഉപകാരസ്മരണ ഇവർക്ക് കുറയുമെന്നുള്ളതാണ് ഇതിന് കാരണം. ആരുമായും ദീർഘകാല സൗഹൃദം ഇവർക്ക് ജീവിതത്തിൽ സാധ്യമാണെന്ന് വരുന്നതല്ല. ദാമ്പത്യ ജീവിതത്തിൽ ഈ നാളുകാർ മിക്കവാറും അനുഗ്രഹീതരാണ്. കുടുംബ ഭരണത്തിൽ സമർത്ഥരും സൽസ്വഭാവികളുമായ ഭാര്യമാരെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ഭാര്യമാരിൽ സഹനശക്തിയും ക്ഷമാശീലവും വേണ്ടത്ര ഉണ്ടായിരിക്കും. മിക്കവാറും ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തകരമായിട്ടാണ് കണ്ടുവരുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങളിലധികവും അനുയോജ്യമായിരിക്കും. ഇവരിൽ ചില പ്രത്യേകതകളെല്ലാം ഉണ്ട്. ഭരണശക്തിയും മേധാവിത്വവും അല്പം കൂടുതലായിരിക്കും ഇവർക്ക്. ഭർത്താവിനെ കൊണ്ടോ ഭർത്തൃ കുടുംബത്തെ കൊണ്ടോ ഉള്ള ദുരിതങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാവുന്നതാണ്. നല്ല പരിശ്രമശീലവും കാര്യകാര്യ വിവേചന ശക്തിയും ഏതിനും നല്ല കഴിവും ഭരണി നാളുകാരികളായ സ്ത്രീകളിൽ സ്വതവേ തന്നെ ഉണ്ടായിരിക്കും. വൈരാഗ്യവും പിടിവാശിയും ഇവർക്ക് അല്പം കൂടുതലായിരിക്കുമെന്നേ ഉള്ളൂ. ഭരണിക്ക് ദശാനാഥൻ ശുക്രനാണ്. ജനനം ശുക്രദശയിൽ 10, തുടർന്ന് ആദിത്യൻ 6, ചന്ദ്രൻ 10, ചൊവ്വ 7, രാഹു 18, വ്യാഴം 16, ശനി 19. ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ നടക്കുന്നു. പ്രതികൂല നക്ഷത്രങ്ങൾ: രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചാൽ 1ാമത്തെ വയസ്സിലും 7ാമത്തെ വയസ്സിലും ജ്വരത്താലും 15ാമത്തെ വയസ്സിൽ ഉദരവ്യാധിയാലും 22-ൽ വായുകോപത്താലും 25-ൽ ആന തുടങ്ങിയ നാൽക്കാലി മൃഗത്താലും 27-ൽ വയറ്റുനോവാലും 56-ൽ മൂലരോഗത്താലും 64-ൽ ഉഷ്ണരോഗത്താലും അരിഷ്ടതകൾ ഉണ്ടാകും. ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം 86ാം വയസ്സിൽ മേടമാസം അമരപക്ഷത്ത് തൃതീയയിൽ തിങ്കളാഴ്ച ഭരണി നക്ഷത്രം അസ്തമിച്ച് 3 നാഴികയ്ക്ക് ശേഷം ശ്വാസവികാരത്താൽ ആപത്തു സംഭവിക്കും. ചന്ദ്രൻ, രാഹു, ശനി എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം, വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയ്ക്ക് നന്ന്. മഹാലക്ഷ്മി ഭജനം, അന്നപൂർണേശ്വരി ഭജനം തുടങ്ങിയവ ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കുന്നതും ഫലപ്രദമായിരിക്കും. ജന്മനക്ഷത്രം തോറും ലക്ഷ്മി പൂജ നടത്തുന്നതും ഉത്തമമാണ്. മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക എന്നിവയും ഫലപ്രദമായ കർമ്മങ്ങളാണ്. വെള്ളി, ചൊവ്വ ദിവസങ്ങളും ഭരണി നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ ഇവർ സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം, മറ്റു ദോഷപരിഹാര കർമ്മങ്ങൾ എന്നിവ അനുഷ്ഠിക്കണം. വെള്ള, ഇളം നീല, വിവിധ വർണ്ണങ്ങൾ ചേർന്നത്, ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ്.